ഹായ് ഫ്രണ്ട്സ് ടൂറോട്ട് പോവാം. ജിമ്മിന് ഹീറോയിനെ ശ്രദ്ധിച്ചോണ്ട് നോക്കുമായിരുന്നു. ജിമ്മിന് ഹീറോയിനെ കണ്ട് ഫ്ലാറ്റായി. ശരി, ഇവളെ ഫോളോ, ഇവളെ ഡീറ്റെയിൽസ് അറിയാം. ഹീറോയുടെ പേര് ജിമ്മിനിക്ക് മനസ്സിലായി. ജിമ്മിൻ അവിടെ ഒരു കോഫി കഴിച്ച് അവിടെ നിന്ന് പോയി. ജിമ്മിൻ ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ജിമ്മിന് മാസ്ക് ഇട്ട് അവിടെ നിന്ന് പോയി. ജിമ്മിനെ ഹീറോയിനെ നോക്കിയാണ് പോയായിരുന്നു. ജിമ്മിൻ പോയിരുന്നു നമ്മളെ അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു, മച്ചി നമ്മൾ രണ്ടുപേരും ഗെയിം കളിക്കുന്നിടക്ക് പോവാം. അങ്ങനെ ഹീറോയിൻ പിന്നെ അവിടെ നിന്ന് തന്നെ ഗെയിം കളിക്കുന്നിടക്ക് പോയായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. പറഞ്ഞ വൈക്ക് റേസ് ചെയ്തായിരുന്നു. അങ്ങനെ വൈക്ക് ഗെയിം അങ്ങനെ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. അവർ വോയിസെല്ലാം കേട്ടായിരുന്നു. ഗെയിം കളിച്ച് വിക്ക് ടയർഡായി അവിടെ ഇരുന്ന് ജ്യൂസ് കുടിക്കായിരുന്നു. യഥാർത്ഥ ഹീറോയിനെ നോക്കി ഫ്ലാറ്റായി. ഇവളെ വോയിസ് തന്നിട്ടുണ്ടല്ലോ, ഇവളാരാ അങ്ങനെ ഫോട്ടോ എടുത്ത്. ശരി, ഓക്കെ. അങ്ങനെ അവിടെ ഇരുന്നു. വിക്ക് ഫോൺ വന്ന് ആറാം വിളിച്ചു. ശരി, ഇവിടുന്ന് പോവുക. അങ്ങനെ അവിടെ ഫീസ് കെട്ടി ഓളെടുത്ത് പോയി. അങ്ങനെയായിട്ട് പിന്നെ അവിടെ നൈറ്റ് എൻജോയ് ചെയ്ത് അങ്ങനെ ഹീറോ രാത്രി എത്തി വീട്ടിൽ വെറുതെ റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടനെ വിളിച്ചായിരുന്നു. ഹലോ, എന്താ ചേട്ടാ, ജിമ്മിക്ക് വാ. ചേട്ടാ നീഇപ്പോൾ ജിമ്മിക്കാ? ഇല്ലമ്മ, ജിമ്മിക്ക് വാ ചേട്ടാ, കുറച്ച് ഒരു ജോലിയുണ്ട്, വാ എന്ന് പറഞ്ഞതാണ്. ഹീറോയിൻ്റെ ചേട്ടൻ വിളിച്ചായിരുന്നു. ജിമ്മിക്ക് പോയായിരുന്നു. ജിമ്മിൽ ജങ്കൂക്ക് ഉണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്തായിരുന്നു. ജങ്കൂക്ക് ഉണ്ടായിരുന്നു. എന്താ ചേട്ടാ? ഇല്ലമ്മ, ജിമ്മിൽ പറഞ്ഞ ഒരു ഐസ്ക്രീം ബോക്സ് അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പോയിട്ട് ഇത് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചോ. ചേട്ടാ ഇതെന്താ ഐസ്ക്രീം? ഇത് എന്താ ചേട്ടാ, ഇതിൽ എല്ലാ ഫ്ലേവർ ഐസ്ക്രീം ഉണ്ടോ? ഒരു ബോക്സ് നിനക്ക് ഒന്നെൻ്റെ എനിക്ക് എൻ്റെ ചേട്ടൻ്റെ വൈഫൊക്കെയല്ലേ, അതെ. പിന്നെ അമ്മയൊക്കെ അച്ഛനൊക്കെ ഐസ്ക്രീം ഉണ്ടോ അവരുടെ ഫ്ലേവറും? ശരി ചേട്ടാ, ശരി, സൂക്ഷിച്ച് പോകണം. നിൽക്ക് നീ വെച്ചോ. എന്താ ചേട്ടാ ഇത്? എനിക്കിഷ്ടപ്പെട്ട ഇപ്പോൾ ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു ഐസ്ക്രീം വന്നിട്ടുണ്ട്. എന്നിട്ട് പേര് പറഞ്ഞു. ചേട്ടാ ഐസ്ക്രീം വന്നിനോ? അതെ, ഇവിടെ ഉണ്ട്, വീട്ടിലെടുത്തു, അത് പോയിക്കോ എന്നെ പറഞ്ഞു. ശരി ചേട്ടാ എന്നെ പറഞ്ഞു. ഗുഡ് ഓടി കളിക്കായിരുന്നു. ജങ്കുക്ക് വെളിയിൽ വന്ന് ജങ്കുക്ക് കണ്ടായിരുന്നു. ഹീറോയി വരുമ്പോൾ ഫോട്ടോ എടുത്തായിരുന്നു. ഹീറോയിൻ്റെ വോയിസ് കേട്ടു. പേരും ജങ്കുക്ക് മനസ്സിലായി. ചെയ്തു. അതിന് ജിമ്മിൽ ഇത് ചെയ്യാൻ തുടങ്ങി. ജിമ്മിൽ പ്രാക്ടീസ് ചെയ്തായിരുന്നു. ജങ്കുക്കും ഇത് കഴിഞ്ഞു. ശരി, അവിടെ ജങ്കുക്ക് പോയി. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഓരോ നാളും അവിടെ നിന്ന് ചിരിക്കായിരുന്നു. ഇത് ആറാം നോക്കിയത്. ജിന്ന് ആറാമനോട് കേട്ടു. നീ എന്താ സ്മൈൽ ചെന്ന് ജിന്നും കാട്ടിയായിരുന്നു. ആറാം കാട്ടി ഫോട്ടോ. ആറാം ഫോട്ടോ കാട്ടി ഷോക്കായി. എടാ ഇവൾ പ്രിയാണോ? എല്ലാവരും പ്രിയ പറയുമ്പോൾ എല്ലാവരും ഷോക്കായിരുന്നു. എല്ലാവരും വന്ന് ആർക്കൊരു എന്നായിട്ട് ഫോൺ ആറാം അവിടെ ഒരു TV ഉണ്ട്, എന്നെ കുത്തി. ഇവൾ എനിക്കറിയാം എല്ലാവരും പറഞ്ഞായിരുന്നു. എല്ലാവർക്കും കൺഫ്യൂസായി. അപ്പോൾ ആറാം പറയാൻ തുടങ്ങി. ഇവളെ എനിക്ക് പിടിച്ച ഞാൻ അവിടെ എല്ലാവരും ഇതാക്കി കൺഫ്യൂസില്ലേ. ഇപ്പം എന്താടാ ഞങ്ങൾ ചെയ്യാം, നമുക്ക് എഴുപൊക്കെ ഇവിടെ പിടിച്ചിനി. അത് ഓർക്കായിരുന്നു. അവർ തീർച്ചയായും ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരി, എന്ത് ചെയ്യാം, വേറെ വഴിയില്ല. അങ്ങനെ അവർക്ക് ഷൂട്ടിങ് ഇതെല്ലാം കേൾപ്പോൾ സങ്കരമുണ്ടായി. ഹീറോയ്ക്ക് വരാൻ പറ്റില്ല. ഹോംവർക്ക് ടീച്ചർ ഭയങ്കര സിഗ്ഡിയിൽ നിറയെ ഹോംവർക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് പോകാൻ പറ്റില്ല. ഇല്ല ടീച്ചർ മാർക്കിടും. ആ ടീച്ചർ എപ്പോൾ ഒന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് ഹീറോയ്ക്ക് ടെൻഷന്. എടി പോകാൻ പറ്റില്ല, സാറില്ലടി, ട്രിപ്പ് പോകാൻ പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയുടെ ചേട്ടൻ ട്രിപ്പ് കഴിഞ്ഞായിരുന്നു. ചേട്ടൻ്റെ ട്രിപ്പ് ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് പ്രിൻസിപ്പൽ കോൾ ചെയ്ത് വിളിച്ചത് കൊണ്ട് ഹീറോയിൻ്റെ അമ്മയും അച്ഛനും പോയിരുന്നു. ചേട്ടൻ പറഞ്ഞു, സാറില്ല നീ പോയിക്കോ എന്ന് പറഞ്ഞായിരുന്നു. ലീവ് വിട്ടാൻ ചേട്ടാ, എന്താ അറിയില്ല. പ്രിൻസിപ്പൾ പറഞ്ഞു അത് ക്യാൻസലില്ല, ഹോംവർക്ക് വേഗം ചെയ്യണോ, അത് മുമ്പ് ഒരു ചെറിയൊരു പ്രശ്നമാവും എന്ന് പറഞ്ഞായിരുന്നു. ശരി, ഓക്കുമ്പോൾ അങ്ങനെ ക്ലാസ് ഭയങ്കര ബിസി ആയിരുന്നു ഹീറോയിൻ്റെ ചേട്ടൻ. പിന്നെ ടീച്ചർ പറയാൻ തുടങ്ങി, എല്ലാവരും ഫോൺ എടുത്തു, പിന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് പഠിക്കണം അങ്ങനെ ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നം വരാൻ പോകുന്നു, ആ പ്രശ്നത്തിൽ ഞങ്ങൾ രക്ഷപ്പെടുന്നു. അങ്ങനെയായിട്ട് പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ എന്ന് എല്ലാവരും പ്രാക്ടീസ് നന്നായിട്ട് പഠിക്കുമായിരുന്നു. അങ്ങനെ ഹീറോയിൻ നന്നായി ജോലിയായിട്ട് പഠിച്ചായിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ പറയാൻ തുടങ്ങി, ഇവള് നമ്മളെ അനിയത്തി കാണാൻ പറ്റില്ല എന്നത് ഹീറോയിൻ്റെ ചേട്ടനെ കുറിച്ച് ആടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ പോയി ഐസ്ക്രീം ഇങ്ങനെ ചേച്ചിയും കൂടെ ഐസ്ക്രീം അതിനായിട്ട് പറഞ്ഞായിരുന്നു. അതിനായിട്ട് ഐസ്ക്രീം ബോക്സ് എല്ലാവരും ഐസ്ക്രീം ഐസ്ക്രീം കഴിച്ചായിരുന്നു. ഐസ്ക്രീം എന്ന് പറഞ്ഞു. ഇങ്ങനെ ചേച്ചി സ്മൈൽ ചെയ്തായിരുന്നു. അതിൽ കാറുണ്ടായിരുന്നു, നല്ല സൂപ്പർ കാർ. അതിൽ വെക്കാൻ പറ്റും. ഇങ്ങനെ സാഡ് ആക്കട്ടെ, ഇതിൽ ഐസ്ക്രീം വെക്കാൻ പറ്റുമെന്ന്. ചേട്ടൻ കാർ അയച്ചായിരുന്നു. അതെ, ഡ്രൈവിങ് ചെയ്യാൻ ഹീറോ ഡ്രൈവിങ് നന്നായിട്ട് ചെയ്യും. അതുകൊണ്ട് ഡ്രൈവിങ് ചെയ്തിട്ട് ഹീറോയുടെ അച്ഛൻ ഡ്രൈവിങ് ചെയ്യും, ഇല്ല അമ്മ ഡ്രൈവിങ്, ഇങ്ങനെ ഒരെണ്ണം ഡ്രൈവിങ് ചെയ്തുകൊണ്ട് പോവാം. ഹീറോ വീട്ടിലേക്ക് ജോലിയായിട്ട് എൻജോയ് ചെയ്തെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോയി. ഹീറോ സാഡായിരുന്നു. ശരി, അങ്ങനെ കോളേജ് അവർ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ശരി, ഓക്കെ, ഇവിടെ കാണാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ് എല്ലാവരും കൊറിയൊക്കെ പോയി. അതിനായിട്ട് കൊറിയൊക്കെ പോകുന്ന മുമ്പ്
ഫോട്ടോസ് കൊടുത്തായിരുന്നു. അവർ എനിക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു. അതെ, അവിടെ ഒരാളുണ്ടായിരുന്നു. അവർ ഫീറ്റേഴ്സ് ആർമി, അവർ അനിയത്തി ഫീറ്റേഴ്സ് ആർമി ഗേളാണ്. ഹീറോയിന് ഫോട്ടോ കൊടുത്ത് അവർ കോൾ ചെയ്ത്, ഹലോ സർ, ആർമുക്കാണ് ഫസ്റ്റ് കോൾ ചെയ്തത്. എന്താ സർ, അവർ ചേട്ടൻ ഇവിടെ ജോലി ചെയ്യുന്നത് എല്ലാം പറഞ്ഞു കൊടുത്തു. ശരി, ഓക്കെ. അവർ എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു, എനിക്ക് കോൾ ചെയ്ത് പറയണം. ഓക്കെ ആണല്ലേ? ഓക്കെ സർ എന്ന് പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് അവർ പിന്നെ ഹീറോയിൻ്റെ ചേട്ടനെ ഫോളോ ചെയ്തായിരുന്നു. എന്ത് ചെയ്യുന്നു? അതെ, അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അവർക്കെല്ലാം ന്യൂസ് എല്ലാം വരായിരുന്നു. ഹീറോയിൻ സെക്കൻഡ് ഇയർക്ക് ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നത്. ഹീറോയിൻ ജോലിയായിട്ട് പഠിക്കുമായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ്റെ കൂടെ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. പാർട്ടിയിലാകുമ്പോൾ ഒരാൾ വന്നായിരുന്നു, ഒരു അർജുൻ വന്ന് പറയാതാണെങ്കിൽ, ഹലോ, എനിക്ക് നിങ്ങൾ അനിയത്തീനെ ഇഷ്ടപ്പെട്ടായിരുന്നു, മാരേജ് കഴിക്കാം, എനിക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞു, ഞാൻ ഹാജാക്കിയിട്ട് പറഞ്ഞോളാം. അങ്ങനെ ഓർ പറഞ്ഞു, ഞങ്ങൾക്ക് ഓക്കെയാണ്. അങ്ങനെ അനിയത്തോട് ചോദിച്ചേക്കുക, എൻ്റെ അനിയത്തി ഞാൻ പറഞ്ഞത് കേൾക്കും എന്ന് പറഞ്ഞു. ശരി, ഓക്കെ സെറ്റില അങ്ങനെയായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഹീറോയ്ക്കും അർജുൻ ഡേറ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു. അവളൊക്കെ എന്നെ പിടിക്കും, നല്ല കാരിങ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ന്യൂസ് പിറ്റേ മുമ്പ് ആറുമുക്ക് ടെൻഷനായി. എന്താ, മാരേജ് കഴിക്കുമോ? അതൊന്നും സെറ്റാവില്ല, അർജുനും മാരേജ് കഴിക്കണം. അങ്ങനെ ആറുമുക്ക് ടെൻഷനായി. നമ്മളിങ്ങനെ പോട്ടി ചെയ്ത് സെറ്റാവില്ല. ആറും പറഞ്ഞു, നമ്മൾ ആരെ മാരേജ് കഴിക്കും പറഞ്ഞ് അവൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല. അതുമാത്രമല്ല, അവർക്കും ഒരു ന്യൂസ് കേട്ടായിരുന്നു. അവർക്ക് ഒരാഴ്ചയായിട്ട് പിടിക്കും. ഒരുപോലെ നിങ്ങൾ പോയിട്ട് പ്രപ്പോസ് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യുമോ സർ? ഒരു ഡൗട്ട് സർ, ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല സർ, അങ്ങനെ പറഞ്ഞായിരുന്നു. ഇത് വീഡിയോ ഹീറോയി പറയുന്നത് വീഡിയോസ് എടുത്ത് അവരുടെ അയച്ചായിരുന്നു. അതിൽ ചോദിച്ചായിരുന്നു റോസ്. പൂജ കേട്ടു. ഇല്ല, BTS മെമ്പർ 7 വരെ വന്ന് നിനക്ക് പ്രപ്പോസ് ചെയ്യാം. ആരൊരാൾ ഇല്ല 7 വരെ പ്രപ്പോസ് ചെയ്യാൻ നീ എന്ത് അക്സെപ്റ്റ് ചെയ്യോ? എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു കാര്യം കേട്ടോ, അവർ ഐഡലാണ്, ഞാൻ നോർമൽ. അതൊന്ന് സെറ്റായി ചേട്ടൻ പറഞ്ഞാൽ മതി, ഞാൻ മാരേജ് കഴിച്ചോളാം. എന്നെ ഓൾറെഡി അത് പറഞ്ഞ ന്യൂസ് ഉണ്ട്. അത് കിട്ടിയ ഫീറ്റേഴ്സും ടെൻഷനായി. ഇത് നടക്കാൻ പറ്റില്ല, ടിക്കറ്റ് എന്ന് പറയായിരുന്നു. ഞങ്ങൾ വരുന്ന മുമ്പ് ഇവിടെ ജോലി പാതിയുള്ളൂ, ആ മാരേജ് നടക്കുന്ന മുമ്പ് പറയണം. ഓക്കെ സർ എന്ന് പറഞ്ഞു. ആറും ടെൻഷൻ